എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷ. 10-20 ദിവസമൊക്കെ ആയിട്ടുള്ള വാവകള് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ഗെയിനിങ് ഒക്കെ ഉണ്ട്. വേറെ ഒരു പ്രശ്നമില്ലാതെ ഒരു വൈകുന്നേരങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിർത്താതെ കരയാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂറോളം കരയാം. ആഴ്ചയിൽ ഒരു 3 ദിവസം ഇങ്ങനത്തെ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതൊരു 3 ആഴ്ചയായിട്ട് അങ്ങനെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഈവനിങ് കോളിക് എന്ന് പറയുന്നത്, അഥവാ കോളിക്. അപ്പൊ ഇത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു വാവയിൽ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് ഗ്രാജുവലി കുഞ്ഞ് ഒരു 4 to 5 month ആകുമ്പോൾ ഗ്രാജുവലി ഇത് നോർമൽ ആവുന്നതാണ്. അപ്പൊ ഇത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഇനി അഥവാ കുഞ്ഞിന് ഇതിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ഛർദി വരിക, വയറ്റിന്ന് പോകുമ്പോൾ ബ്ലഡ് വരിക, വെയിറ്റ് ഗെയിൻ ഒന്നും ഇല്ല, ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പീഡിയാട്രിഷ്യന്റെ ഹെൽപ്പ് തേടേണ്ടതാണ്. അപ്പൊ എത്രയ്ക്ക് നോർമൽ ആയിട്ടുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞാലും ഈ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അമ്മമാർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. കാരണം കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ട് കുഞ്ഞ് ഓക്കെ ആവുന്നില്ല എന്നുള്ള രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നന്നായിട്ട് പൊതിഞ്ഞ് സ്വാഡ്ലിങ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഒരുപാട് ഷെയ്ക്ക് ചെയ്യാതെ ചെറിയ രീതിയിൽ ഇങ്ങനെ അതിനെ കംഫർട്ട് ആവുന്ന രീതിയിൽ ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ അബ്ഡോമൻ, വയറിങ്ങനെ അമർത്തി നിൽക്കുന്ന രീതിയിൽ പ്രോൺ പൊസിഷനിൽ കമഴ്ത്തി അതിനെ കിടത്തി കൊടുക്കുക. കുഞ്ഞിനെ കുത്തനെ എടുത്തുകൊണ്ടിരിക്കുക. ഇരിക്കുന്ന റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രൈവിന് കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്താലും കുഞ്ഞുങ്ങൾ കംഫർട്ടബിൾ ആവാറുണ്ട്. ഇനി ഇതിന്റെ കാരണം എന്താണെന്ന് പലപ്പോഴും അമ്മമാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ പലപ്പോഴായിട്ട് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ ഗട്ട് മെച്യൂരിറ്റി എത്താത്തത് കാരണമുള്ള ഇറിറ്റേഷൻ കൊണ്ടാവാം, അതല്ലെങ്കിൽ ബർപ്പിംഗ് പ്രോപ്പർ ആവാത്തുള്ള ഗ്യാസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ അമ്മ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും ഇരുട്ടുണ്ട് കൊണ്ട് കുഞ്ഞിന് വയറുവേദന ഉണ്ടാവുന്നതായിരിക്കാം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കാം, മുട്ട, സോയ് പ്രോട്ടീൻ എന്നിവ. അപ്പൊ ഇതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്.